ഹലോ, വെൽക്കം ടു സ്റ്റേ സൈക്കി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ ഡീവിയേഷനും സെക്ഷൽ ഡിസ്ഫങ്ഷനും വേരിയസ് സെക്ഷൽ ഡിസോർഡേഴ്സും ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് സെക്ഷൽ ഡീവിയേഷൻ? വാട്ട് ഈസ് സെക്ഷൽ ഡീവിയേഷൻ? സെക്ഷൽ ഡീവിയേഷൻ നമ്മൾ പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് സെക്ഷൽ ഇൻട്രസ്റ്റ് അത് കൾച്ചറലി നോർമലായിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നോൺ ഹ്യൂമൻ ഒബ്ജക്ട്സിനോട് അല്ലെങ്കിൽ സഫറിങ് ഓർ ഹ്യൂമിലിയേഷൻ നോൺ കൺസെൻറ്റിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോട് അങ്ങനെയൊക്കെ തരത്തിലുള്ള സെക്ഷൽ ഡീവിയേഷനെയാണ് നമ്മൾ പാരാഫിലിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് ചിലവർക്ക് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിനോട് ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നും. പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഡിസം ഒക്കെ വരുന്നുണ്ട് അതിൽ, സെക്ഷൽ സാഡിസം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സഫർ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്ഷൽ പ്ലഷർ തോന്നുന്നതാണ്. പിന്നെ നോൺ കൺസെൻറ്റിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ദാറ്റ് ഈസ് നമ്മൾ റേപ്പ് ചെയ്യുക, അതൊക്കെയാണ് നോൺ കൺസെൻറ്റിങ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സെക്ഷൽ പ്ലഷർ, സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നതിനെയാണ് ഒരു പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ കാണിക്കുന്നതിന് നമ്മൾ സെക്ഷൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ പാറ്റേൺസ് ഡിസ്ട്രെസ്സും ഇമ്പയർമെൻറ്റും ഓർ ഇൻവോൾവ് ഹാം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളൊരു പേഴ്സണൽ ഡിസ്ട്രെസ്, അതുപോലെ ഇമ്പയർമെൻറ്റ്, അതുപോലെ ഹാമാണ് മറ്റുള്ളൊരു ഇൻഡിവിജ്വൽ നമ്മളിതൊന്നും വഴി കൊടുക്കുന്നത്. ഇനി എന്താണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസാണ്, ഒരു എന്താ പറയുക, സെക്ഷൽ റെസ്പോൺസിനോടുള്ള ഒരു പേഴ്സൻ്റെ ഇന്നബിലിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസിനെയാണ്, ഒരു സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഡിസ്റ്റർബൻസസിനെയാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകും. നമ്മുടെ സെക്ഷൽ റെസ്പോൺസ് സൈക്കിൾ, അതായത് ഡിസയർ, അറോസൽ, ഓർഗാനിസം, റെസൊല്യൂഷൻ എന്നിങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സെക്ഷൽ ഒരു പ്ലേറ്റോ അങ്ങനെ ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ ഇതിൽ വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു ഇൻഡിവിജ്വൽ നേരിടും. അങ്ങനെ വരുന്ന അതായത് എക്സൈറ്റ്മെൻറ്റിൽ, ലൈക്ക് ഇതിൽ നമ്മുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അങ്ങനെ കുറേ ഡിസ്ഫങ്ഷൻ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഡിസ്ഫങ്ഷനെയാണ്, അതായത് സെക്ഷലി ഒരാൾക്ക് സെക്ഷൽ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ വൈജൈനൽ ഡ്രൈനസ്, അതുപോലെ എന്താ പറയുക, ഇങ്ങനത്തെ കുറേ ഡിസോർഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഡിസ്ഫങ്ഷൻ, സെക്ഷലി ആയുള്ള ഡിസ്ഫങ്ഷനാണ്. മുന്നേ ഇതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറക്ടൈൽ ഡിസ്ഫങ്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ 6 months അറ്റ്ലീസ്റ്റ് ഈ ഇഷ്യൂസ് കാണിക്കണം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രെസ്സും റിലേഷൻഷിപ്പ് പ്രോബ്ലംസും ഇതുവഴി കോസ് ചെയ്യുന്നു. ഇത് മറ്റുള്ള മെഡിക്കൽ കണ്ടീഷനും സബ്സ്റ്റൻസ് യൂസും വഴി ആകരുത്. ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്ഷൽ ഡിസോർഡേഴ്സ്. 3 തരത്തിലാണ് സെക്ഷൽ ഡിസോർഡേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, പാരാഫിലിക് ഡിസോർഡേഴ്സ്, ജെൻഡർ ഡിസ്ഫോറിയ. സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വിത്ത് നോർമൽ സെക്ഷൽ റെസ്പോൺസസ് എന്ന് പറഞ്ഞല്ലോ, ഡിസയറിൽ, അറോസലിൽ, ഓർഗാസത്തിൽ, അതുപോലെ പെയിൻ, ഇതൊക്കെ അനുഭവപ്പെടുന്നതിനാണ് നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി പാരാഫിലിക് ഡിസോർഡർ. പാരാഫിലിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റിനെ, ഡീവിയേഷനെയൊക്കെയാണ് നമ്മൾ പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ജെൻഡർ ഡിസ്ഫോറിയ. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ ഡിസ്കംഫർട്ട് വിത്ത് വൺസ് അസൈൻഡ് ബയോളജിക്കൽ സെക്സ്. അതായത് എൻ്റെ ഒരു സെക്സ് ഇതാണ്, പക്ഷേ എനിക്ക് ആ സെക്സിൽ ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ ആ ഒരു സെക്സിനോട് ഡിസ്കംഫർട്ടാണ്. അങ്ങനത്തെ ഒരു ഡിസോർഡറാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. നമുക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷനിൽ DSM-5 5 ടൈപ്സ് ഉണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ ഡിസയർ ആൻഡ് അറോസലിൽ മെയിൽ ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസോർഡർ. ഇതെന്ന് പറഞ്ഞാൽ ലോ ഓർ ആബ്സെൻറ്റ് സെക്ഷൽ തോട്ട്സ്, ഫാൻറ്റസീസ് ആൻഡ് ഡിസയർ ഇൻ മെയിൽസ്. മെയിൽ ഹൈപ്പോ ആക്റ്റീവ് ആണ് കേട്ടോ. ഹൈപ്പോ ആക്റ്റീവ് പറഞ്ഞാൽ ഡിസയർ കുറവ്. അപ്പോൾ ഇതിൽ മെയിൽസിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ലോ ആയിട്ടുള്ള, അതുപോലെ ഒന്നുമില്ലെങ്കിൽ ലോ ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെൻറ്റ് സെക്ഷൽ തോട്ട്സ്, ഫാൻറ്റസീസ്, ഡിസയേഴ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ ഫീമെയിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് ഓർ അറോസൽ ഡിസോർഡർ. ഇതിൽ ഫീമെയിൽസിലാണ് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ സെക്സ്, അതുപോലെ അറോസലിൽ, റെസ്പോൺസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കുറയുക. ഇനി ഇറക്ടൈൽ ഡിസോർഡർ മെയിൽസിനാണ്. ലൈക്ക് ഇതിൽ ഇന്നബിലിറ്റി ടു അറ്റൈൻ ഓർ മെയിൻറ്റെയിൻ ഇറക്ഷൻ സഫിഷ്യൻറ്റ് ഫോർ സെക്ഷൽ ആക്ടിവിറ്റിക്കുള്ള
ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെയാവുക, അറ്റൈൻ ചെയ്യാൻ പറ്റാതെയാവുക, ഇതാണ് ഇറക്ടൈൽ ഡിസോർഡറിൽ വരുന്നത്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് ഓർഗാസം, പ്രീമെച്യൂർ ഓർ ഏർലി ഇജാക്കുലേഷൻ. ഇജാക്കുലേഷൻ നമുക്കറിയാമല്ലോ, ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ്, ആ ഒരു സാറ്റിസ്ഫൈ ചെയ്തതിന് ആ ഒരു സ്റ്റേജാണ് ഇജാക്കുലേഷൻ. അപ്പോൾ നമ്മുടെ സെമനൊക്കെ പുറത്തോട്ട് തള്ളും. സോ അതാണ് ഇജാക്കുലേഷൻ ഒക്കർ ചെയ്യുന്നത് വിത്തിൻ 1 minute ഓഫ് വജൈനൽ പെനട്രേഷൻ. അതായത് വജൈനൽ പെനട്രേറ്റ് ചെയ്താൽ തന്നെ ഇജാക്കുലേഷൻ നടക്കുന്നു. ഇത് ഇൻഡിവിജ്വലിൻ്റെ വിഷസിന് മുന്നേ തന്നെ നടക്കും. അതാണ് പ്രീ മെച്യൂർ, പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുന്നു. ഡിലേഡ് ഇജാക്കുലേഷൻ, ഡിലേ വരും. ഇൻഫ്രീക്വൻസി അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഇജാക്കുലേഷൻ ഡെസ്പൈറ്റ് അഡ്വക്കേറ്റ് സ്റ്റിമുലേഷൻ. അഡ്വക്കേറ്റ് അല്ല സ്റ്റിമുലേഷൻ കിട്ടിയാലും ഡിലേ ആണ് അവിടെ ഇജാക്കുലേഷൻ വരുന്നത്, ഇൻഫ്രീക്വൻ്റ് ആണ്. അതുപോലെ ഒന്നുമില്ലെങ്കിൽ ആബ്സെൻസ് ആണ്. ഇനി ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ, അവിടെ എന്താണ് ഡിലേ അല്ലെങ്കിൽ ഇൻഫ്രീക്വൻസി അല്ലെങ്കിൽ ആബ്സെൻസ്. ഫീമെയിൽ ഓർഗാസംസ് ആബ്സെൻ്റ് ആവുന്നതിനെയാണ് എന്താ പറയുക ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ പെയിൻ, ജെനേറ്റോ അല്ലെങ്കിൽ പെൽവിക് പെയിൻ ഓർ പെനട്രേഷൻ ഡിസോർഡർ. ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് പെയിൻ അനുഭവപ്പെടുന്നത്, ഫിയർ ഓഫ് പെയിൻ വരിക, ടെൻസിങ് ഓഫ് പെൽവിക് മസിൽസ് എഫക്റ്റ്. ഇത് മോസ്റ്റ്ലി വിമണിലാണ് ഉണ്ടാവുക. പെയിൻ ഇൻ്റർകോഴ്സ് സമയത്ത് പെയിൻ അനുഭവപ്പെടുന്നത്, അതാണ് ജെനേറ്റോ പെൽവിക് ഓർ പെനട്രേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ്റെ കോസസ് എന്തൊക്കെയാണ്? ബയോളജിക്കലും സൈക്കോളജിക്കലും റിലേഷൻഷിപ്പ്, അതുപോലെ സോഷ്യോ കൾച്ചറൽ കോസസ് ഉണ്ട്. ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ആൻഡ് മെഡിക്കേഷൻസ്, ക്രോണിക് ഇൽനെസ്സിൻ്റെയൊക്കെ ഇതായിട്ട് വരും. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി, പാസ്റ്റ് ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ, ഗിൽട്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ പുവർ കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് ട്രസ്റ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ വരുന്നത്. സോഷ്യോ കൾച്ചറലാകുമ്പോൾ റിലീജിയസ് ബിലീഫ്സ്, മിത്സ്, സെക്ഷൽ ടാബ്യൂസ് ഒക്കെ ഇതിന് കോസ് ആവുന്നുണ്ട്. ഇനി അടുത്തതാണ് സെക്ഷൽ ഡീവിയേഷൻ അല്ലെങ്കിൽ പാരാഫിലിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഡിസോർഡേഴ്സ് ബിലോ റിക്വയർഡ് ദാറ്റ് ദി ബിഹേവിയർ ലാസ്റ്റ് 6 months, കോസ് ഡിസ്ട്രസ് ഓർ ഇമ്പയർ ഓർ ഇൻവോൾവ് നോൺ കൺസേണിങ് പേഴ്സൺ. അതായത് ഇത് 6 months കാണിക്കാം, ആ ഡിസ്ട്രസ്സോ ഇമ്പയർമെൻറ്റോ ഉണ്ടാകണം, ഓർ ഇതിന് എന്താണ് ഒരു നോൺ കൺസേണിങ് പേഴ്സൺ, ഓപ്പോസിറ്റ് പേഴ്സൺ, നോൺ കൺസേണിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് പേഴ്സൺ ഉണ്ടാകും. ടൈപ്സ് ഓഫ് പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്തൊക്കെ ടൈപ്സ് ഉള്ളത്? ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡർ. ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിങ് ഒബ്ജക്റ്റിനോട് അല്ലെങ്കിൽ സ്പെസിഫിക് ബോഡി പാർട്സ് ആവാം, അല്ലെങ്കിൽ ഡ്രസ്സസിൻ്റെ അതായത് അങ്ങനത്തെ ലൈക്ക് ചില ഡ്രസ് മെറ്റീരിയൽസ് ആവാം. ഇതോടൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പൾസസ് അല്ല, ഒരു ഇൻട്രസ്റ്റ്, സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നതിനാണ്. സോ അതുവഴി ആൾ എന്ത് ചെയ്യും, ലൈക്ക് സെക്ഷൽ എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് ഫെറ്റിഷിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഷൂസ്, ഫീറ്റ്, ഒന്നല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ബോഡി പാർട്സ് ആവാം, അല്ലെങ്കിൽ ക്ലോത്ത് ഒക്കെ ആയിരിക്കാം, ഇന്നർ വെയേഴ്സ് ആയിരിക്കാം. ഇതിനോടൊക്കെ ആയിരിക്കും അവർക്ക് എന്താ പറയുക, അതൊക്കെ കിട്ടിയാൽ തന്നെ അവർക്ക് സെക്ഷലി അവർ സാറ്റിസ്ഫൈഡ് ആവും. അതുവഴിയായിരിക്കും അവർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നത്. ഇനിയാണ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ. ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറോസൽ ഫ്രം ക്രോസ് ഡ്രസ്സിങ്, യൂഷ്വലി ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള മെയിൽസിലാണ് ഇത് കൂടുതലുണ്ടാവുക. അതായത് ഇപ്പോൾ മെയിൽസ് ഫീമെയിലിൻ്റെ ഡ്രസ്സ് ധരിച്ച് എന്താ പറയുക, അവരതിൽ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്നതിനാണ് ട്രാൻസ്വെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി വോയേറിസ്റ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ടുള്ള അൺഡ്രസ്സിങ് അല്ലെങ്കിൽ നീറ്റായിട്ടുള്ള ആളുകളെ വാച്ച് ചെയ്യുക, അന്ന് ഒളിഞ്ഞു നോക്കുക, എന്താ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുക, ഡ്രസ്സ് മാറ്റുന്നത്, നീക്കായി നിൽക്കുന്നത്, മറ്റൊരാളായിട്ട് സെക്സ് ചെയ്യുന്നത്, അവരുടെ അറിവില്ലാണ്ട് ഒളിഞ്ഞു നോക്കി അതേവഴി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്നതാണ് വോയേറിസ്റ്റിക് ഡിസോർഡറിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് എക്സിബിഷനിക് ഡിസോർഡർ. എക്സിബിഷനിസ്റ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനേഷ്യൽസ് എക്സിബിറ്റ് ചെയ്യുക, സ്ട്രേഞ്ചേഴ്സിനെ അൺസസ്പെക്റ്റിംഗ് സ്ട്രേഞ്ചേഴ്സ് ഓർ ഫോർ അറോസൽ, മറ്റുള്ളവരെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു സ്ട്രേഞ്ചർക്കായിരിക്കും കാണിക്കുന്നതാവാം ജെനേഷ്യൽസ് എക്സ്പോസ് ചെയ്യുക. അതിനാണ് എക്സിബിഷനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്നിട്ട് അവരെന്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും. ഇനി ഫ്രോട്യൂറിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുക, ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകൾ അടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഒരത് നോക്കുക, ലൈക്ക് ടച്ച് ചെയ്യുക, റബ്ബ് ചെയ്യുക, നോൺ കൺസേണിങ് ആയിട്ടുള്ള പേഴ്സണിനെ
ലൈക്ക് ടച്ച് ചെയ്യുക, റബ്ബ് ചെയ്യുക. ഈ ക്രൗഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചില ഞരമ്പ് രോഗികളുണ്ട്, അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതാണ് ഫ്രക്ടോസ്റ്റിക് ഡിസോർഡർ. ഇതിൽ പല ഡിസോർഡേഴ്സും നമ്മൾ മീഡിയ വഴി കേട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് ആയിരിക്കാം. സെക്ഷൽ സാഡിസം ഡിസോർഡർ, ഒറോസൽ ഫ്രം ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ഓർ ഹ്യൂമിലിയേഷൻ ഓൺ അതേഴ്സ്. സാഡിസം, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് അതിൽ സെക്ഷൽ പ്ലഷർ കണ്ണ്. സെക്ഷൽ മാച്ചോസിസം ഡിസോർഡർ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് എനിക്ക് സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നതിനെയാണ് ഞാൻ ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതിനെയാണ് സെക്ഷൽ മാച്ചോസിസം. അതായത് അവനെ തന്നെ വേദനിപ്പിച്ച് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടിട്ട്, അതാണ് സെക്ഷൽ മാച്ചോസിസം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തന്നെ പീഡോഫിലിക് ഡിസോർഡറാണ്. പീഡോഫിലിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യാത്ത കുട്ടികൾ അണ്ടർ ദ ഏജ് 30, അവരെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട്, വി കൻ സേ അബ്യൂസ് ചെയ്തിട്ട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതാണ് പീഡോഫിലിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി കോസസ് ഓഫ് പാരാഫിലിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഡീവിയേഷൻ്റെ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ബിഹേവിയറൽ ഏർലി എക്സ്പീരിയൻസ് ബൈ എ അറോസൽ വിത്ത് ഡീവിയൻ ഒബ്ജക്ട്സ് ഒരു ആക്സോ ആയിട്ട് നമുക്ക് ഏർലി എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് തന്നെ കാരണമാവുന്നുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, ജസ്റ്റിഫൈ ഹാംഫുൾ ബിഹേവിയർ, പിന്നെന്താ പറയുക അബ്യൂസ് ഹിസ്റ്ററി, പുവർ ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഫാക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇന്ന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്സ് തെറാപ്പി, CBT, പിന്നെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യാം. പിന്നെ മൈൻഡ്ഫുൾ ട്രെയിനിങ് ഫോർ അറോസൽ ഓർഗാനിസത്തിനൊക്കെ വേണ്ടി ഓർഗാസത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ട്രെയിനിങ് ചെയ്യാം. പാരാഫിലിക് ഡിസോർഡറിന് നമുക്ക് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാം, അവേർഷൻ തെറാപ്പി ചെയ്യാം, പിന്നെ കോവേർട്ട് സെൻസിറ്റൈസേഷൻ, ഇമാജിൻ ഷെയിംഫുൾ കോൺസിക്വൻസ്, അങ്ങനെ. പിന്നെ ഫാർമക്കോതെറാപ്പി, ആൻറ്റി ആൻഡ്രോജൻസ് SSRIs ഒക്കെ എടുക്കാം, റിലാപ്സ് പ്രിവെൻഷൻ. ഇത്രയാണ് നമ്മുടെ സെക്ഷൽ ഡീവിയേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഡിസോർഡേഴ്സിൽ വരുന്നത്.